തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. കോഹമോൾക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി സ്റ്റെയർ കയറി വരുന്നിടത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഊഞ്ഞാലിൽ ഇരുന്നിടുന്നായിരുന്നു ഞാനും റിച്ചും കൂടെ. ഒരു രസത്തിന് അക്കുവും വന്നിരിപ്പുണ്ട്. റീമിയും നന്ദു അച്ഛൻ്റെ അടുത്താണ്. അത് പിന്നെ നേരത്തെ മുങ്ങി. കീരിയും ഒരു പെട്ടിയും കിടക്കൊക്കെ എടുത്തു വന്ന് സ്ഥിതിക്ക് അടുത്ത പാമ്പിനെ വേണ്ടി പിടിച്ച് നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവളെ തടയാൻ നിന്നില്ല. പാവം, അതെങ്കിലും രക്ഷപ്പെടട്ടെ. ഞങ്ങൾ മൂന്ന് അങ്ങനെ അന്നനും തന്നനും ഒക്കെ പാടി ആടി കളിക്കുമാണ് നമ്മുടെ ഓപ്പോസിറ്റ് വല്ലവൻ്റെയും കൊഹമോള് ഹെഡ്സെറ്റും വെച്ച് സൊല്ലി വരുന്നത് കണ്ടത്. അത് കണ്ട് ഞാനും റിച്ചും പരസ്പരം നോക്കി. അക്ക് പറഞ്ഞത് ശരിയല്ലേ? എന്ത്? അല്ല, ഇവളെ കാണാൻ ഏതാണ്ട് ശ്രനപരികിൻ്റെ ലുക്കില്ലേ? റിൻഷ പറഞ്ഞതും ഞാൻ അവൾ അന്തം വിട്ട് നോക്കി. ഈ മരമോന്ത കണ്ടിട്ട് നിനക്കൊക്കെ അങ്ങനെ തോന്നിയോ? അസൂയ കളെ, എന്നിട്ട് നോർമലായിട്ട് നോക്ക്. ഷെനുവിനെ പോലെ ഉണ്ട്. കൊള്ളപ്പൊട്ടി അതിനിടയിൽ എനിക്കിട്ട് താങ്ങി. ബ്ലഡി ഫുൾ. എന്നാലും എനിക്ക് അസൂയൊന്നും അവളോട്. എന്തായാലും നില്ല്, ഞാനൊന്നും നോക്കട്ടെ. ഇനിയെങ്ങാനും സാമ്യം തോന്നിയാലോ? ആക്കുവേ റിച്ചുവേ ഉണ്ടടാ, അവളെപ്പോലെ തന്നെ ഉണ്ട്. ആ, അതാണ് ഞങ്ങളും പറഞ്ഞത്. വാട്ട് ഹെൽ മാനസ് ഉണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ച് അവൾ ചവിട്ടിത്തുള്ളി ഞങ്ങളുടെ അടുത്ത് വന്നതും ഞാനും റിച്ചും ആക്കുവും ഞെട്ടിയണിറ്റു. ഇവൾക്കിനി ഷെനുവിനോട് ഉപമിച്ചത് ഇഷ്ടമായില്ലേ? ആക്ച്വലി വാട്ട് കോക്കനറ്റ് ആർ യു സ്പീക്കിംഗ്? എന്തോന്ന്? എന്ത് തേങ്ങയാ പറയുന്നതെന്ന്? ഓ, ഒന്ന് പവറാക്കാൻ സമ്മതിക്കില്ല. അത് കേട്ട് മറ്റവളാണ് ഞങ്ങൾ ഭിത്തിയിൽ തേക്കാനുള്ള കലിപ്പിൽ നിൽക്കുക. എന്താ ഇവിടെ പ്രശ്നം? ആ, വേറെ ആരെയും കിട്ടിയില്ല നിൻ്റെ ഏട്ടന്മാർക്ക് കല്യാണം കഴിക്കാൻ? ഈ മനസ്സില്ലാത്ത ആർക്കടി മനസ്സില്ലാത്ത വേണ്ടെന്ന് വെക്കുമ്പോൾ തലയിൽ കയറുന്നോ? ഇത്ര നേരം നിൻ്റെ തുള്ളൽ കണ്ടിട്ട് ഒന്നും പറയാതിരുന്നതേ ഞങ്ങളുടെ മര്യാദ. എന്നിട്ട് മനസ്സില്ല പോലും. റിച്ച് കലിപ്പ് മോഡോണായി. പിന്നെ ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞെന്ന് കേൾക്കുന്നതാണോ നിങ്ങളുടെയൊക്കെ മാനസ്? ഒളിഞ്ഞെന്നോ? ഞങ്ങളതിന് ഈ ഊഞ്ഞാലിലിരിക്കുമായിരുന്നില്ലേ? ഒന്നും മിണ്ടാതിരിടി. ദേനിഹേ, ഞങ്ങൾ വേറെ കുറേ സംസാരിക്കുമായിരുന്നു. നീ വെറുതെ കാര്യങ്ങൾ ഒളിച്ചെടുക്കാതെ ആവശ്യമില്ല. നീ ആരോട് വേണമെങ്കിലും സംസാരിക്ക്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. വെറുതെ ഒരു സീൻ ഉണ്ടാക്കുന്നത് എന്തിനാ? എൻ്റെ മെക്കിട്ട് ഒരു തല്ലുമെന്ന് അക്കു നിങ്ങനോട് ഡയലോഗ് അടിച്ചതും അവളെന്നും റിച്ചുവിനെ റീമേനെ ഒന്ന് കൽപ്പിച്ച് നോക്കിയിട്ട് കയറിപ്പോയി. റീമേണൽ അതിനെ എന്നെ എന്തിനാ കലിപ്പതെന്ന് ഒരു രീതിയിൽ നിൽക്കുവാണ്. സത്യം പറ ബാബീസ്, നിങ്ങൾക്ക് നിശ്ചയിച്ചായിട്ട് മുന്നേ എന്തോ കണക്ഷൻ ഇല്ലേ? അല്ലാതെ വെറുതെ ആൾ നിങ്ങൾ കാണുമ്പോൾ കോമരെന്നുള്ള വരേണ്ട കാര്യമില്ലല്ലോ. എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ചതുപോലെ നന്ദു പറഞ്ഞതും അക്കു അത് തന്നെയെന്ന് പറഞ്ഞ് നന്ദുവിനെ സെറ്റ് പിടിച്ചു. ഉവടി, ഞങ്ങൾ തമ്മിൽ മുന്നേ കണക്ഷൻ ഉണ്ട്. റീമ പറഞ്ഞതും ഞാനും റിച്ചു അവളെ കണ്ണു വീഴ്ച നോക്കി. വകയിലതേ എൻ്റെ ഇവൾമാരുടെ ശത്രുവായിട്ട് വരും. ഇനി എന്താ അറിയാനുള്ളേ? ഒരുമാതിരി ആക്കിയ ഭാവത്തിൽ അക്കുവിനെ നന്ദുവിനെ നോക്കിയാണ് റീമ പറഞ്ഞതെങ്കിലും കൊണ്ടോണ്ട് ഞങ്ങൾക്കിട്ട്. നീ എന്തിനാ നിഹ ഇപ്പോഴാണ് അവരുമായി വഴക്കുണ്ടാക്കുന്നേ? ഇതിനു വേണ്ടിയാണോ ഞാൻ നിന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? എനിക്കെന്തോ അവരെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക. ഒന്നും അറിയാത്ത പോലെ അവർ അഭിനയിക്കുന്നത് കാണുമ്പം എന്നെ തന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. നീ ആദ്യം ഒന്ന് കൂളാവും. എടുത്തുചാണി എന്തെങ്കിലും ചെയ്താൽ അത് നമ്മളെ കൂടി എഫക്റ്റ് ചെയ്യും. ഏതായാലും 2 ദിവസം നീ ഒന്ന് വെയിറ്റ് ചെയ്യും. എല്ലാം തലയ്ക്കായി മറിയാൻ പോകുമല്ലേ? അതോർത്തിട്ടാണ് ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. ഞാനിപ്പോൾ പോവുക. കുറച്ചുകൂടി പണിയുണ്ട്. ടേക്ക് കെയർ. ലവ് യു ടു ഡിയർ. ബൈ. കോൾ കട്ടായതു. മൈൻ എന്നുള്ള കോൾ ലോഗ് അവൾ വേണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ ഹാളിലിരുന്ന് ബർത്ത്ഡേ ഫംഗ്ഷനെ പറ്റി ചർച്ച ചെയ്യുവാണ്. നേരത്തെ ഇടുക്കിപ്പോയ സാധനം അത് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അതുപോലെ നന്ദുവും അടിച്ചിട്ടിരിക്കുക. എന്തോ കുനിഷ്ഠ ഒപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് അവൾ മുറി അടച്ചിട്ട് പൂട്ടി ഇരിക്കുന്നുണ്ട്. ആ, വരട്ടെ, കണ്ടുപിടിക്കാം. അങ്ങനെ ചർച്ചിച്ചിപ്പം നന്ദൂസിൻ്റെ കല്യാണത്തിൽ നിൽക്കുവാണ് ദാസുമ. ആ പൈതലിനെ ഒക്കെ കെട്ടിച്ചു വിട്ടിട്ട് എന്ത് കാണിക്കാനാണോ എന്തോ. എന്തായാലും എത്രയും പെട്ടെന്ന് ശ്രീയേട്ടനെ നന്ദുവിനെയും സെറ്റാക്കണം. എത്രയെന്ന് വെച്ചാൽ രണ്ടും ഇങ്ങനെ വിലസി നടക്കുന്നത്. പണ്ട് ഞങ്ങളായിട്ട് വട്ടം കറക്കിയതിനാലും കൂടെ ചേർത്ത് 8ൻ്റെ 1 32 പണി തന്നെ നന്ദു കൊടുക്കണം. ഏട്ടനെ കല്യാണം കഴിപ്പിക്കുന്നത് ഊഹ, അങ്ങനെ തന്നെ വേണം രണ്ടിനും. ഓരോന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിലാവത്ത് വെച്ച് വിട്ട കോഴികളെ പോലെ ത്രിമൂർത്തീസ് കയറി വന്നത്. ഞങ്ങളൊരു എക്സ്പ്രഷൻ ഇടാതെ ഒന്ന് നോക്കിയിട്ട് നേരെ സ്റ്റെയർ കയറി വായുടെ മുറിയിൽ കയറി അതകടച്ചു. ചുരുക്കം പറഞ്ഞ പിറകെ പോയി ഞങ്ങൾ ശശിയുടെ പെങ്ങന്മാരായി. നന്ദൂസിൻ്റെ ബർത്ത്ഡേ. കുഞ്ഞി കുറുക്ക നിനക്കെന്ത് വേല, കുഞ്ഞി കുറുക്ക നിനക്കെന്ത് വേല, പാടത്ത് പോകണം, ഞണ്ടീനെ പിടിക്കണം, കുറുമുറ തിന്നണം, കു കുറുമുറ തിന്നുമ്പം എങ്ങനെ കുക്കു സൗണ്ട്. ഇങ്ങനെ വെറുതെ ബർത്ത്ഡേ പ്രമാണിച്ച് നന്ദുവിനെ 3 ദിവസം നിർബന്ധിച്ച് അമ്പലത്തിൽ വിട്ടിരിക്കുകയാണ് നന്ദിനി. പോണ വയ്ക്ക് നന്ദുവിൻ്റെ വക പാട്ട് കച്ചേരി നടക്കുമ്പോഴാണ് ശ്രുതിക്കൊരു ഡൗട്ട്. അതെന്താ കറിക്കിടക്കുന്നൊക്കെ ആയാൽ നമ്മളൊക്കെ കറുമുറ കഴിക്കുമ്പം അങ്ങനെയാണല്ലോ സൗണ്ട് വരാറ്. എന്താന്നാടെ വിടൽ അമ്പലമാണ്.
ആ ഒരു വിചാരമെങ്കിലും വേണം. നിനക്കിനി എത്ര വയസ്സായെന്നാ പറഞ്ഞ് 21 എന്നിട്ട് അവൾ മഞ്ചാടിയിലെ പാട്ടും പാടി നടക്കുന്നത്. അതിന് പറ്റിയ കൂട്ടായിട്ട് 2 ബോൾട്ടുകളും. ഡേഡേ, മഞ്ചാടി കുറ്റം പറയുന്നു. ഇന്നലെ വൈകിട്ടും കൂടി ഡോറയ്ക്ക് തവള കുന്നിലേക്ക് വഴി പറഞ്ഞു കൊടുത്ത ആളാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ആദ്യം അത് നിർത്തിട്ടാ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് റീമിനെ ഒറ്റക്കാക്കി 3 കൂടി ഒരു അമ്മ പെറ്റ നാത്തൂൻസിനെ പോലെ മുന്നോട്ട് നടന്നു. റീമയാണേൽ ഭാഗ്യത്തിന് ആരും കണ്ടില്ല എന്ന ആശ്വാസത്തിൽ അവരുടെ പിറകെയും. എന്നാൽ എന്തായിരിക്കും ഏട്ടന്മാർ എനിക്ക് തരാൻ പോകുന്ന സർപ്രൈസ് ആവോ? ഇന്നലെ നൈസായി ഞങ്ങളൊന്ന് ന്യൂസ് പിടിക്കാൻ വന്നെങ്കിലും നടന്നില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ആ സർപ്രൈസ് അറിയുമ്പം ഞങ്ങളും കൂടെ ഞെട്ടുവെന്ന്. ഇനി അടുത്ത വല്ല പണിയാകും എൻ്റെ മഹാദേവ. ആവല്ലേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചേച്ചി. തുടരും. ബാക്കി നാളെ കാണാം. ബൈ.